പലരും എന്തിനാണ് യേശുവിനെ കർത്താവാക്കുന്നത്, എന്തിനാണ് യേശുവിനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിക്കുന്ന, യേശുവിനെ വിളിക്കുന്ന ഒരു അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്തത് കിട്ടാനും കിട്ടിയത് പോകാതിരിക്കാനുമായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്, ഈ ഭൂമിയിലെ കാര്യങ്ങൾ, അല്ലാതെ വേറെ ഒന്നും അവർ പഠിപ്പിക്കുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ആളുകൾ. അതൊരു വല്ലാത്ത ഒരു പ്രോബ്ലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യേശു പ്രസംഗിച്ചത് ഒരിക്കലും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്നല്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ആ കാര്യം പോലും നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ്. നിങ്ങൾ ഉപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ 100 മടങ്ങ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നത്, ഉപേക്ഷിക്കുന്നത് നിങ്ങൾ അവിടെ പറയുന്നത് അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് ലഭിക്കും, നിത്യജീവനും ലഭിക്കും. നിത്യജീവനാണ് അവിടുത്തെ എംഫസിസ്, നിത്യജീവൻ. പക്ഷെ ആ നിത്യജീവൻ്റെ എംഫസിസിന് പകരം നമ്മൾ ഇവിടെ കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമേ ഇന്ന് സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഒരുങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം ഞാൻ അവനെ എതിരേൽക്കാനായിട്ട്. അവനെപ്പോലെ 45 വർഷമായിട്ട് ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളുകളോട് പറയും, വചനത്തിൽ നിന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് തിരുത്താനുള്ള അവകാശമുണ്ട്. കാരണം എനിക്ക് വചനത്തിൽ നിന്നല്ലാതെ വേറെ അതിന് വിരുദ്ധമായിട്ട് എനിക്കൊന്നും പറയാൻ ഞാൻ ചെയ്യത്തില്ല. കാരണം എന്നെ രൂപാന്തരപ്പെടുത്തിയതും സ്വാധീനിച്ചതും രൂപാന്തരപ്പെടുത്തിയതും ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ആ വചനം തീർച്ചയായും മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തിയ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുസരിക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാതെ പ്രസംഗിക്കുന്നതിനുണ്ടാകാം. ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു അച്ചായൻ ഒരു മോട്ടോർ ബൈക്കിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ ഒരു ചെറുക്കൻ അതിലേ പോയി. പരിചയക്കാരൻ പയ്യനാണ്, നല്ല കൂട്ടുകാരാണ്. പയ്യനോട് ചോദിച്ചു, എടാ മോനെ, നിനക്ക് മോട്ടോർ ബൈക്ക് ഓടിക്കാൻ അറിയാമോ, മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അറിയാമോ? അവൻ പറഞ്ഞില്ല അച്ഛാ, അത് ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് കീ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ഇതിൻ്റെ കീ ഹോൾഡിലിടണം. അവനത് ചെയ്തു. സ്റ്റാൻഡിൽ നിന്ന് ഇറക്കണം, ഇറക്കി കയറിയിരിക്കാൻ പറഞ്ഞു. ഇരുന്നു. അച്ചായനും പുറകെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഇതിപ്പോൾ ന്യൂട്രലിലാണ്, ഇത് കിക്ക് ചെയ്യണം. അവൻ കിക്ക് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായി. അദ്ദേഹം അച്ചായൻ പറഞ്ഞു, ഇനി നീ അത് ക്ലച്ച് പിടിച്ചുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇടണം. അവനങ്ങനെ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, പെരിയ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കണം. അപ്പോൾ വണ്ടി മൂവായി. അപ്പോൾ അച്ചായനും പുറകിലുണ്ട്. ഇനി സെക്കൻഡ് ഗിയറിനുള്ള സമയമായി. ഇനി സെക്കൻഡ് ഗിയർ ഇടണം, തേർഡ് ഗിയർ ഇടണം, ടോപ്പ് ഗിയർ ഇടണം. അതെല്ലാം പറഞ്ഞ് വണ്ടി ഓടിച്ച് പോയി. ഒരു 4-5 കിലോമീറ്റർ ഈ പയ്യൻ വണ്ടി ഓടിച്ചു. അച്ചായൻ പുറകിലുണ്ട്. അങ്ങനെ ഒരു ജംഗ്ഷനിൽ ചെന്നപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ ഇവിടെ നിർത്തலாம், നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വണ്ടി ചവിട്ടി നിർത്തി. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞ് പോകാൻ നേരം ഈ മോന് അച്ചായനോട് പറഞ്ഞു, അച്ചായ, ഇത്ര നേരം ഞാനല്ലേ വണ്ടി ഓടിച്ചത്, തിരിച്ചു പോകുമ്പോൾ അച്ചായൻ അങ്ങ് ഓടിച്ചോളാൻ പറഞ്ഞു. ഉടനെ അച്ചായൻ പറയുക, മോനെ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലടാ, പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല, പക്ഷേ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും. വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കും. അങ്ങനെ ആകാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പഠിക്കാത്തത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാൾ കോക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞാനൊരിക്കൽ പറഞ്ഞു, ഒരു ജീവ. അദ്ദേഹം എനിക്കൊരിക്കൽ ഒരു സെമിനാറിൽ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ വേദപുസ്തകം വായിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ഞാൻ ഈ വേദപുസ്തകം വായിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം അത് ഞാനാണ് പഠിച്ചത് എന്നതുപോലെ ഈ വചനം, ഞാനീ പ്രസംഗിക്കുന്ന വചനം ആദ്യം എന്നെ രൂപാന്തരപ്പെടുത്തി. എനിക്ക് വേണ്ടിയാണ് ഞാൻ വചനം വായിച്ചത്.
പ്രസംഗിക്കാൻ വേണ്ടിയല്ല വചനം വായിച്ചത്, എനിക്ക് വേണ്ടിയാണ് വചനം വായിച്ചത്. അതെന്നെ രൂപാന്തരപ്പെടുത്തി. എന്നെ രൂപാന്തരപ്പെടുത്തിയ വചനം അത് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തും എന്നെനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ മാറി നിന്ന് വചനം പറയുകയല്ല. എന്നെ രൂപാന്തരപ്പെടുത്തിയ വചനം ഞാനിവിടെ പ്രസംഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളെയും രൂപാന്തരപ്പെടുത്തും എന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഇടപെടും. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നു പോയൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചു കഴിഞ്ഞെന്നല്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ ദൈവം റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സമയമെടുക്കും. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തുള്ള അനുരൂപരാകുവാനായിട്ട് നമ്മളെ അവൻ മുൻനിയമിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം എന്നെ പണിയുകയാണ്. എന്നെ പണിയുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറയുന്നു. അത് നിങ്ങൾക്കും വചനമാണ് രൂപാന്തരപ്പെടുത്തുന്നത്, അല്ലാതെ എൻ്റെ വാക്കുകളല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ വേർഡ്, വാക്കുകളല്ല പ്രത്യുത, അത് ദൈവശക്തിയായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്, വചനമായി മാത്രമല്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും ഇതല്ല, ദൈവവചനമല്ല പ്രധാനം, ശക്തിയാണ് പ്രധാനം എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അവിടെ ഉപയോഗിക്കുന്നത് വാക്കുകളല്ല, വാക്കുകൾക്കപ്പുറത്ത് ആത്മശക്തിയാണ്, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുങ്ങിയ നിലത്ത്, അത് നമ്മൾ മനസ്സിലാക്കണം. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്, വിതയ്ക്കുന്നവൻ ഇങ്ങനെ വിതച്ച് കഴിഞ്ഞപ്പോൾ അത് ഫലം കായ്ക്കുന്നത് നമ്മൾ കാണുന്നു. പക്ഷെ ഫലം കായ്ക്കുന്നത് പാടസ്ഥലത്ത് വീണു, വഴിയരികിൽ വീണു, പാടസ്ഥലത്ത് വീണു, നല്ല നിലത്ത് വീണു. ഇതിനകത്ത് ശരിക്കും പാടസ്ഥലത്ത് വീണത് അതിൻ്റെ താഴെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് കിളിക്കാൻ തുടങ്ങി. പക്ഷേ വഴിയരികിൽ വീണത് പറവകൾ പെറുക്കിക്കൊണ്ടുപോയി. പാടസ്ഥലത്ത് വീണത് ഒന്ന് കിളിച്ചു തുടങ്ങി. പക്ഷേ വേരില്ലാത്തത് കൊണ്ട്, വേര് പാറയായതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി. നല്ല നിലത്ത് വീണത് മാത്രമേ 30, 60, 100 മേനി വിളയുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും പാടസ്ഥലത്ത് വീണത് 30 മേനി, അല്ലെങ്കിൽ പാടസ്ഥലത്ത് വഴിയരികിൽ വീണത് 30 മേനി, പാടസ്ഥലത്ത് വീണത് 60 മേനി, നല്ല നിലത്ത് വീണത് 100 മേനി എന്നല്ല ഇവിടെ പറയുന്നത്. 30, 60, 100 മേനി വിളയുന്നത് എവിടെ വീണതാ? നല്ല നിലത്ത് വീണത് മാത്രമേ അത് ഫലപ്രാപ്തിയിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു നല്ല നിലമാകുവാനാണ്. വിതയ്ക്കുന്നത് ഒരേ ആളാണ്, വിത്തൊന്ന് തന്നെയാണ്, ഇല്ലേ? ആര് പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പോൾ വചനം വിത്തൊന്ന് തന്നെയാണ്. വിതയ്ക്കുന്നവനും ഞാൻ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും ആത്യന്തികമായി അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, ഏത് ദൈവദാസന്മാർ പ്രസംഗിച്ചാലും, ദൈവദാസന്മാർ ആര് പ്രസംഗിച്ചാലും എന്ന് പറയുന്നതിനേക്കാൾ ദൈവദാസന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാരായവർ പ്രസംഗിച്ചാൽ അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നതാണ്, ഇല്ലേ? പക്ഷേ വ്യത്യാസം ഉണ്ടാക്കുന്നത് നിലമാണോ എന്ന് ചോദിച്ചാൽ അതെ, നിലമാണ്. വിത്തല്ല വ്യത്യാസം ഉണ്ടാക്കുന്നത്, വിതയ്ക്കുന്നവനുമല്ല വ്യത്യാസം ഉണ്ടാക്കുന്നത്, പ്രത്യുത സ്വീകരിക്കുന്ന നിലമാണ്. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അങ്ങനെ ഒരുക്കമുള്ള നിലത്ത് വീഴുന്നതാണ് 30, 60, 100 മേനി വിളയുന്നത്. അതുകൊണ്ട് ഒരു ഒരുക്കപ്പെട്ട നിലമായിട്ട് വേണം ദൈവവചനം കേൾക്കുമ്പോൾ. അത് ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ സഭയിൽ ദൈവവചനം കേട്ടാലും എവിടെ കേട്ടാലും അത് ഒരുക്കപ്പെട്ട നിലമായിരിക്കണം. ഒരുക്കപ്പെട്ട നില, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അത് സ്വീകരിക്കുവാനുള്ള ഒരുക്കം നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തമായ പ്രസംഗങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലുപരിയായിട്ട് യഥാർത്ഥ വചനം പ്രസംഗിക്കുമ്പോൾ അത് നമ്മൾ ക്രിയ ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരുക്കപ്പെട്ട ഒരു നിലം ആയിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ഇന്നലെ വായിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ വരവ്
സംഭവിക്കുവാൻ പോകുന്നു, അത് എത്രയും പെട്ടെന്ന് സംഭവിക്കും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് തന്നെയല്ല, ഇനി വേറെ പ്രത്യാശയും പ്രതീക്ഷയും ഒന്നും നമുക്ക് ഇല്ല. ശാസ്ത്രത്തിന് പ്രത്യാശയില്ല, രാഷ്ട്രീയത്തിന് പ്രത്യാശയില്ല. നമുക്കൊക്കെ പണ്ടൊക്കെ ശാസ്ത്രത്തിൽ അല്പം പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി. രാഷ്ട്രീയത്തിൽ പ്രത്യാശ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ആർക്കുമില്ല, ഇല്ലേ? പിന്നെ ഇതാര് നന്നാക്കാനാ? ഈ നമ്മളെയും ലോകത്തെയും ഒക്കെ നന്നാക്കണമെങ്കിൽ ഒരു പ്രത്യാശയുള്ളത് ഇനിയിപ്പോൾ കർത്താവിൻ്റെ വരവിലല്ലാതെ മറ്റൊന്നിലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മതത്തിന് ഒരു പ്രത്യാശ തരാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ വരവൊഴികെ വേറെ ഒന്നും നമുക്കൊരു പ്രത്യാശ തരുന്നതായിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ, നമ്മൾ കേട്ടതുപോലെ കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ അവൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? വന്നേച്ച് പോകാൻ വേണ്ടിയല്ല, വന്നിട്ട് കൊണ്ടുപോകാനാണ്. അവൻ വന്നേച്ച് പോവുകയല്ല, വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പ്രത്യാശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ആ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൂടെയാണ്. കർത്താവ് വരുന്നു, അത് നമ്മുടെ പ്രത്യാശ. വന്നു കഴിഞ്ഞാൽ ആ പ്രത്യാശ നീളുന്നത് ഒരു പുതിയ ലോകത്തിലേക്കാണ്. ആ ലോകം ഏതാ? അത് കർത്താവിൻ്റെ ലോകമാണ്, ദൈവരാജ്യം, സ്വർഗരാജ്യമാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് തന്നെയല്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പോൾ നമ്മളെയും കൊണ്ട് കർത്താവ് കടന്നു പോകുന്നത് നിത്യതയിലേക്കാണ്. അപ്പോൾ ആ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം അതാണ്. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. ഭൗമികതയിലേക്ക് നമ്മൾ താഴേക്ക് വീണ് പോകാനായിട്ടിടയാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമ്മൾ ഭൗമിക കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പോലും 1 കൊരിന്ത്യർ 15:19 നമ്മൾ ഇന്നലെ വായിച്ച ഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നു, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ, ക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ, ക്രിസ്തുവിലാണ്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ, അപ്പോൾ പ്രത്യാശ എവിടെ തന്നെയാണ്? ക്രിസ്തുവിലാണ്. പക്ഷേ ക്രിസ്തു ഈ കാലഘട്ടത്തിന് വേണ്ടി ഇന്നത്തേക്ക് ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനം പറയുന്നത് അന്ന്, അവിടെ, അപ്പോൾ. പ്രസംഗിക്കുന്നവൻ ഇന്ന് പറയും, ഇപ്പോൾ പ്രസംഗിക്കുന്നവർ ഇപ്പോൾ പറയുന്നത് ഇന്ന്, ഇപ്പോൾ, ഇവിടെ, ഈ രാത്രിയിൽ, ഇവിടെ എന്നുള്ളതാണ് പ്രാധാന്യം. അല്ല, നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സദൂക്യ ക്രിസ്ത്യാനികളാകരുത്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം, സദൂക്യരുടെ പ്രത്യേകത, അവരും ദൈവവിശ്വാസികളാണ്, യഹോവയിൽ വിശ്വസിക്കുന്നവരാണ്. അവർ പറയുന്നത് യഹോവ എന്തിനു വേണ്ടിയാണ്? എനിക്ക് യഹോവയെ വേണം. എന്തിനാ? എനിക്കിവിടെ രാജാവാകാൻ, എനിക്കിവിടെ പണമുണ്ടാകാൻ, എനിക്ക് റോമാക്കാരുടെ മേലെ ആധിപത്യം നേടുവാൻ, എനിക്ക് ഇവിടെ ലോകം, ഇവിടെ. മരിച്ചു കഴിഞ്ഞോ? മരിച്ചു കഴിഞ്ഞോ ഒന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഒന്നുമില്ലെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് മരണശേഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവരാണ് സദൂക്യരായ ആളുകൾ. ഇന്ന് പുനരുത്ഥാനത്തിൽ ചോദിച്ചാൽ വിശ്വാസമുണ്ടായിരിക്കും, പക്ഷേ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, ശരിയായിട്ടുള്ള ഒരു തിരിച്ചറിവ്, അതിനുവേണ്ടിയുള്ള ഒരു ലോകം നമുക്കില്ലാതെ നമ്മൾ ഭൗമിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ പ്രസംഗങ്ങളൊക്കെ മാറ്റുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യേശുവിനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ച്, അവർ യേശുവിനെ രാജാവാക്കാൻ വരെ തയ്യാറാണ്. പക്ഷേ എന്തിനാണ് രാജാവാക്കുന്നത്? എല്ലാ ദിവസവും അപ്പം കിട്ടാൻ. നമ്മൾ യേശുവിനെ കർത്താവാക്കുക എന്നൊക്കെ പറയും. ആ വാക്കൊക്കെ ഭയങ്കര അർത്ഥസമ്പൂർണമായ വാക്കാണ് കേട്ടോ, അത് ഞാൻ പറയാം. പക്ഷേ നമ്മൾ യേശുവിനെ പലരും എന്തിനാണ് യേശുവിനെ കർത്താവാക്കുന്നത്, എന്തിനാണ് യേശുവിനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മിക്കപ്പോഴും ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിക്കുന്ന, യേശുവിനെ വിളിക്കുന്ന ഒരു അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്തത് കിട്ടാനും കിട്ടിയത് പോകാതിരിക്കാനുമായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. അവർ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്, ഈ ഭൂമിയിലെ കാര്യങ്ങൾ, അല്ലാതെ വേറെ ഒന്നും അവർ പഠിപ്പിക്കുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ആളുകൾ.
അതൊരു വല്ലാത്ത ഒരു പ്രോബ്ലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യേശു പ്രസംഗിച്ചത് ഒരിക്കലും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്നല്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ആ കാര്യം പോലും നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ്. നിങ്ങൾ ഉപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ 100 മടങ്ങ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്നത് നിങ്ങൾ അവിടെ പറയുന്നത് അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് ലഭിക്കും, നിത്യജീവനും ലഭിക്കും. നിത്യജീവനാണ് അവിടുത്തെ എംഫസിസ്, നിത്യജീവൻ. പക്ഷെ ആ നിത്യജീവൻ്റെ എംഫസിസിന് പകരം നമ്മൾ ഇവിടെ കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമേ ഇന്ന് സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. കർത്താവ് ഈ ലോകത്തിലെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ, ഇപ്പം മത്തായിയുടെ സുവിശേഷം നമ്മൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ, ഇന്നലെ നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചു. അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കർത്താവ് അവനോട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ. എന്നെ ഒരുവൻ അനുഗമിക്കുകയാണെങ്കിൽ എന്തൊക്കെ കിട്ടുമെന്നല്ല യേശു പറഞ്ഞത്, എന്തൊക്കെ കളയണമെന്നാണ്. ഒന്നാമത് കളയേണ്ടത് അവൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം. അവൻ തന്നെ മരിക്കണം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് കർത്താവ് അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം 25-ാമത്തെ വാക്യത്തിൽ, 26-ാമത്തെ വാക്യത്തിൽ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കർത്താവ് ചോദിക്കുക, എടാ നിനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാനിതെല്ലാം നിനക്ക് തരാം, എന്നിട്ട് നീ നരകത്തിൽ പോയാൽ എന്താ പ്രയോജനം? അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഹെപ്പറ്റൈറ്റിസ് ഇ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ, നിങ്ങൾക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിൽ 30 വർഷം മുമ്പ് ഞാൻ പോയി താമസിച്ച സമയത്ത് അവിടെ വെള്ളം ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒന്നും അവിടെ കിട്ടത്തില്ലല്ലോ. അവിടെ ഗ്രാമങ്ങളിൽ താമസിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ വെള്ളത്തിൽ നിന്ന് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ വന്നു. ഇവിടെ അങ്ങനെ കോമൺ അല്ല, നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ കോമണാണ്. ഹെപ്പറ്റൈറ്റിസ് എ കോമണാണ്, ബി കോമണാണ്, അതൊക്കെ കോമണാണ്. അങ്ങനെ അത്ര കോമൺ അല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വൈറസാണ് എന്നെ പിടിച്ചത്. ഞാൻ ടോട്ടലി ഡോക്ടേഴ്സിൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ലിവർ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിപ്പോയി. ലിവർ എൻസൈംസിൻ്റെ കൗണ്ടൊക്കെ 8,000 10,000 ഒക്കെ അങ്ങനെ അങ്ങ് കൂടാൻ തുടങ്ങി. വല്ലാത്ത ഒരു ലെവലിലേക്ക് വന്നു. ഞാൻ മരിച്ചു പോകുന്നു. ഡോക്ടേഴ്സ് എൻ്റെ മുഖത്ത് നോക്കി. ഡോക്ടേഴ്സ് കാര്യം അവർക്ക് പ്രത്യാശ തരാനായിട്ടില്ല. ഫിലിപ്പ് അഗസ്റ്റിൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഫിലിപ്പ് അഗസ്റ്റിൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഐ എം സോറി, ഐ ഹാവ് ടു സേ ദാറ്റ് യുവർ ലിവർ ഈസ് ടോട്ടലി ഡാമേജ്ഡ്, വി ഹാവ് നോ ഹോപ്പ് എന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിനകത്ത് കുറ്റമൊന്നുമില്ല. കാര്യം അവർക്ക് ഇന്നോ നാളെയോ എന്ന് ചിന്തിച്ചിരിക്കുന്നതായ ഒരു സന്ദർഭം. ആ സമയത്താണ് എൻ്റെ ബ്രദർ മരിക്കുന്നത്. അതിനു മുമ്പ് ബ്രദർ മരിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്കിത് വരുന്നത്. രണ്ടും അപ്പോൾ എൻ്റെ വൈഫ് സാധാരണ പറയും, എൻ്റെ ഫാദർ മരിച്ചതാ, അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ സിസ്റ്ററിൻലോ, ചേട്ടൻ്റെ ഭാര്യ, പിന്നെ ജെസ്സി പറഞ്ഞത്, ഞാൻ ചിന്തിച്ചത് ഞങ്ങൾ നവോമിയും റൂത്തും ഓർപ്പയും പോലെ ആയിപ്പോകും എന്ന് ചിന്തിച്ചതായ ഒരു സാഹചര്യം. അവിടെ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ശരിയാണ്. അത് വെച്ച് ഞാൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയത് ദ ഷാഡോ ഓഫ് ദ വാലി ഓഫ് ഡെത്ത് ആൻഡ് ദ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇംഗ്ലീഷിൽ, അത് മലയാളത്തിലും ഉണ്ട്. അത് ഞാൻ സ്വാഹിലിയിലും ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കൻ ലാംഗ്വേജിൽ അത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ 10,000-കണക്കിന് കോപ്പികൾ പ്രിൻ്റ് ചെയ്ത് ഈ ഹോസ്പിറ്റലുകളിലും മറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് റിലീസ് ചെയ്യാൻ ഞാൻ അവിടെ ചെന്ന സഭയിൽ, അവിടെ അന്ന് ഞാൻ ചെന്ന് 15 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം അവിടെ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് അത് റിലീസ് ചെയ്ത ആൾ പറഞ്ഞു, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് മറുപടി പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രോഗസൗഖ്യം നടന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രോഗസൗഖ്യത്തെക്കുറിച്ച് മാത്രമല്ല. ഈ ഷാഡോ ഓഫ് ദി വാലി ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വരയിൽ യേശു എനിക്ക് എത്ര സമീപസ്ഥനായിരുന്നു എന്നതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്നത്തെ അവസ്ഥ എനിക്കിപ്പോഴും അറിയാം. അതായത് എൻ്റെ ദേഹമൊക്കെ മഞ്ഞ കളറായി. ഒരു മഞ്ഞ ബനിയൻ എടുത്തുകൊണ്ട് ജെസ്സി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ജെസ്സി, ഇതിട്ട് കഴിഞ്ഞാൽ
ബനിയൻ ഏതാ, എൻ്റെ ശരീരം ഏതാണെന്നുള്ളത് അറിയത്തില്ല. അതുപോലെ മഞ്ഞിച്ചു. അങ്ങനെ ഒരു സ്റ്റേജിലാണ്. എണീക്കാൻ പാടില്ല, വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ആ സമയത്ത് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ആം ഐ ഗോയിങ് ടു ഡൈ? ദെൻ ഐ സെഡ്, ഇഫ് ഐ എം ഗോയിങ് ടു ഡൈ, ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. പിന്നെ എനിക്കൊരു കാര്യം, അന്ന് ഞാൻ അന്ന് ഈ കാസറ്റിനകത്താണ്, ഇതിപ്പം ഞാൻ പറയുന്നത് 28 വർഷം മുമ്പത്തെ കാര്യമാണ്. കാസറ്റിൽ ബൈബിൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഈ കാസറ്റ് ബൈബിൾ ഞാൻ ഞാൻ OM ഡൂലോസ് ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് OM അവിടുത്തെ ഡയറക്ടർ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഈ ഓഡിയോ കാസറ്റ്സ് ബൈബിളിൻ്റെ കൊണ്ട് തരണം. ഞാനതുകൊണ്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഷാഡോ ഓഫ് ദി വാലി ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുള്ളൂ. ഈ വാക്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അതായത് ഞാൻ കടന്നു പോകുന്നത് ശരിക്കും മരണനിഴൽ താഴ്വരയിലാണ്. ആർക്കും ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ല. മരണനിഴൽ താഴ്വരയിലാണ്. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, എല്ലാവരുടെയും ഹോപ്പ് പോയി. അങ്ങനൊരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കത് മതി. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ മരിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കും. ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും നമ്മളൊരുപോലെയാണ്, നമ്മൾ ഒന്നിച്ചാണ്. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. പൗലോസും അത് തന്നെയാണ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഏറെ ഉത്തമമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കാൻ എനിക്ക് സന്തോഷമാണ് നിൻ്റെ അടുത്ത് വരുന്നത്. എന്നെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനൊഴികെ. എല്ലാവരും പ്രാർത്ഥിച്ചു, എന്നെ അറിയാവുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന്. കാര്യം അതുപോലുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, കർത്താവേ, ദാറ്റ് ഈസ് അപ് ടു യു, നീ തീരുമാനിക്കുക. ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ വരാം. അല്ല, ഞാനിവിടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നീ അതിനുവേണ്ടി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ശരി, അതിനുവേണ്ടി ഞാൻ അതിനും തയ്യാറാണ്. എനിക്ക് മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഷാഡോ ഓഫ് ദി വാലി ഓഫ് ഡെത്ത് അതിലൂടെ പോയപ്പോൾ അത്യുന്നതൻ്റെ മറവിടത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു കേട്ടോ. ഭയങ്കര അത്ഭുതമായിരുന്നു, ഭയങ്കര അത്ഭുതം. എന്നോട് ആ പുസ്തകമൊക്കെ നെറ്റിലൊക്കെ അവൈലബിളാണ്. എൻ്റെ sjmatthew.com എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വെബ്സൈറ്റ്. അതൊക്കെ ഞാൻ ചെയ്യുന്നതൊന്നുമല്ല, എനിക്ക് ഈ ടെക്നോളജിയിലൊന്നും അത്ര അഡ്വാൻസ്ഡ് അല്ല ഞാൻ. അത് ആരോ ചെയ്തതാണ്. എൻ്റെ ഒരു നമ്മുടെ മിഷൻ ഫീൽഡിലുണ്ടായിരുന്ന ഒരു പയ്യൻ ചെയ്തതാണ്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതവിടെ കിടപ്പുണ്ട്, ആ ബുക്കിൻ്റെ കോപ്പിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ആ രീതിയിലാണ് കർത്താവിനോട് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഡോക്ടേഴ്സിന് ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് മാത്രം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവനിലേക്ക് മടങ്ങി വരും എന്നൊന്നും പറഞ്ഞ് ഞാൻ വലിയ വീരവാദമൊന്നും മുഴക്കാനൊന്നും പോയില്ല. പക്ഷേ ഞാൻ മടങ്ങി വരണമെന്നുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ജീവനിലേക്ക് മടങ്ങി വന്നു. ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു, 29 വർഷമായി. ഡോക്ടേഴ്സ് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും 29 വർഷമായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അത് കർത്താവിൻ്റെ ഒരു പദ്ധതി. അപ്പോൾ ഇത് റിലീസ് ചെയ്ത ആൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ രോഗസൗഖ്യം പറയാനല്ല ഞാൻ ഇത് എഴുതിയത് മരണനിഴൽ താഴ്വരയിൽ എങ്ങനെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും, എങ്ങനെ നിങ്ങൾക്ക് മരണനിഴൽ താഴ്വരയെപ്പോലും സമ്പുഷ്ടമാക്കുവാൻ കഴിയും അവൻ്റെ സാന്നിധ്യത്താൽ എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, മരണം വരെ ഉണ്ടാകാം. പക്ഷേ അതിനിടയിലും നമുക്കെന്തു വേണം? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. പൗലോസൊക്കെ പറയുന്നു, ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയിച്ചതായ അനേക സാഹചര്യങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. പക്ഷേ അവിടെയും കർത്താവ് കൂടെയിരുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ മരിക്കത്തില്ലെന്നൊന്നുമല്ല, ഇല്ലേ? ആ പറഞ്ഞ പൗലോസ് കഴുത്തടുത്ത് കൊല്ലപ്പെടുകയാണല്ലോ, ഇല്ലേ? ഹി വാസ് ബിഹെഡഡ്. അങ്ങനെയാണല്ലോ നമുക്ക് ചരിത്രം പറയുന്നത്. റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയാണ് ചെയ്യുന്നത്. നാളെ മരിക്കേണ്ടി വന്നേക്കാം, നാളെ രക്തസാക്ഷിയാകേണ്ടി വന്നേക്കാം. ആയിക്കോട്ടെ, എന്തും ഇങ്ങ് വന്നോട്ടെ എന്നൊന്നും ഞാൻ പറയുമൊന്നുമല്ല, അത്രയ്ക്ക് വലിയ ധൈര്യശാലിയൊന്നുമല്ല ഞാൻ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം എന്നെ നിരന്തരം നയിക്കുന്നു, നടത്തുന്നു.
അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മൾ ഭൗമികമായ നന്മകളും രോഗസൗഖ്യവും പോലും അല്ല വലിയ കാര്യം, അതിനും അപ്പുറത്താണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കഴിയണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അവനെന്ത് പ്രയോജനം? എടാ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവ സാന്നിധ്യമാണ്. ദൈവത്തോടൊപ്പം ഇന്ന് മരിച്ചാലും ഞാൻ ദൈവത്തോടൊപ്പമായിരിക്കും. ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ കൂടെ, മരിച്ചാലും ഞാൻ ദൈവത്തോടു കൂടെയാണ് എന്നുള്ള ആ ഒരു അനുഭവം ഇല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും മുഴുവൻ ഈ ഭൂമിയിലല്ല. എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം വരുവാനുള്ള ലോകത്തിലാണ്. കാരണം യേശു കർത്താവ് രണ്ടാമത് വന്നാൽ ഇനി ഞാൻ മരിച്ചോട്ടെ. പൗലോസ് പറയുന്നത് എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അത്യുത്തമമല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ. അപ്പം മരിച്ചാലും ഞാൻ ആരുടെ കൂടെയാണ്? ക്രിസ്തുവിനോടുകൂടെ. ഇപ്പോഴും ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ്, മരിച്ചാലും ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ വിട്ട് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് എന്നൊക്കെ പറയും, ഒരു സെക്കൻഡല്ല, ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും മാറി നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ യേശുവിൻ്റെ കൂടെ ഇപ്പോഴും. അതെ, ഞാൻ മരിച്ചാലും അങ്ങനെ ആയിരിക്കും. അത് അഹങ്കാരമൊന്നും പറയുന്നതല്ല. അതേ ഉള്ളൂ എനിക്ക് ആകെപ്പാടെയുള്ള സന്തോഷമെന്ന് പറയുന്നത്. ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾ നേടുന്നതിനകത്തല്ല, അതിനപ്പുറത്ത് ഭൗമികമായ കാര്യങ്ങൾ നേടുന്നതിനകത്തല്ല. ഭൗമികമായ കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കൊന്നും ഇല്ലാഴിയൊന്നുമില്ല, ഞാൻ പട്ടിണി കിടക്കുകയൊന്നുമല്ല, എനിക്ക് താമസിക്കാൻ വീടോ, അതൊക്കെ കർത്താവ് ദാറ്റ് ഈസ് ദെയർ. അതൊന്നും ഞാൻ തിരക്കുന്നേ ഇല്ല. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരക്കുന്നില്ല. എല്ലാം കർത്താവ് തരുന്നുണ്ട്, തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ലഭിച്ച കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. അല്ലാതെ വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ, ഇതിനേക്കാൾ ഉന്നതമായ പദവി, അതൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരു പദവിയും വേണ്ട. എനിക്ക് സഭയിൽ ഒരു പദവിയും വേണ്ട. എനിക്ക് സെക്രട്ടറി ആകണ്ട, എനിക്ക് പ്രസിഡൻ്റ് ആകണ്ട, എനിക്കൊന്നും ആകണ്ട. കാര്യം ഇതെല്ലാം ഇവിടെ തീർന്നു പോകുന്നതാണ്, എല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ഓരോരുത്തരൊക്കെ പെടാപ്പാടുപെട്ട് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നത് കാണുമ്പോൾ, സഭയ്ക്കുള്ളിൽ പോലും വോട്ടെടുപ്പ് നടക്കുന്നതും വോട്ട് പിടിക്കുന്നതും ഒക്കെ കാണുമ്പോൾ സങ്കടമാണ്. അല്ലാതെ എന്തുവാ സങ്കടം? ഇവർക്ക് വല്ല ബോധവും നിത്യതയെക്കുറിച്ചുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇല്ലേ? ക്രിസ്തു, പൗലോസ് പറയുന്ന കാര്യം എന്നറിയാമോ? ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനിയിപ്പം ക്രിസ്തുവിനോടുകൂടെ എൻ്റെ ജീവിതം, കർത്താവ് വരുമ്പോഴും ക്രിസ്തുവിനോടുകൂടെ ഞാൻ അവനോടുകൂടെ ആയിരിക്കും. എനിക്കിനി ക്രിസ്തുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും വേണ്ട. അവൻ്റെ വരവിന് വേണ്ടിയുള്ള എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും എന്താണ്? അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് അവൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. അല്ലാതെ അവിടെ തങ്ക തെരുവീതി ഉണ്ടെന്ന് പറഞ്ഞൊന്നും ഞാനിങ്ങനെ കിടന്ന് അവിടെ ചെല്ലുമ്പം സ്വർണത്തിൻ്റെ മണ്ടയ്ക്കൂടെ ഞാൻ നടക്കും. എനിക്ക് സ്വർണത്തിൻ്റെ മണ്ടയ്ക്കൂടൊന്നും നടക്കണ്ട. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അവിടെ കിരീടമുണ്ട്. കാര്യം 24 മൂപ്പന്മാർ കിരീടം. പക്ഷേ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? കിരീടം താഴെ ഇട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കണ്ടു കഴിഞ്ഞാൽ, എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുക, എന്തോന്ന് കിരീടം? കാര്യം സ്വർഗത്തിൽ പോലും ഈ ഭൂമിയിലെ പോലെയുള്ള കിരീടം നമുക്ക് കിട്ടിയാൽ പോലും സ്വർഗത്തിൽ പോലും നമുക്കതിനകത്ത് സന്തോഷിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോലും നമ്മൾ സന്തോഷിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. സ്വർഗത്തിൽ എന്തുവാ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാം സ്വർഗത്തിൽ യേശു ഉണ്ടെന്ന് പറയും, പക്ഷേ ഭൂമിയിലും അവൻ മാത്രം മതിയെന്ന് പറയുമോ? അതാണ് പ്രതീക്ഷ, അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഭൂമിയിലും ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ, അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ.
കാര്യം ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? കാര്യം എൻ്റെ മനസ്സ് ക്രിസ്തു ഇരിക്കുന്നിടത്താണ്, വേറെ ഒന്നുമില്ല. ക്രിസ്തു ഇപ്പോൾ ഇരിക്കുന്ന എവിടെ? ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉയരത്തിലുള്ളത്. അതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. സ്വർഗം മാത്രമേ, കർത്താവേ എൻ്റെ മനസ്സിലുള്ളൂ. കർത്താവ് ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലെ കാര്യമല്ല, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിൽ വെളിപ്പെടും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ തേജസ്സിൽ, അതാ എൻ്റെ ഫൈനലായിട്ട് എനിക്കത് മതി. തേജസ്സിൽ വെളിപ്പെടും. നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിന് വേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുക. തേജസ് എന്ന് പറഞ്ഞാൽ തേജസ് നോക്കിയിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ മാനുഷിക ശരീരത്തിലല്ല വെളിപ്പെടുന്നത്, ഭൗമികമായ പ്രതിസന്ധികളിലല്ല വെളിപ്പെടുന്നത്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ തേജസ്സിനായി വിളിക്കപ്പെട്ടവരാ, തേജസ്സിനായി വിളിക്കപ്പെട്ടവരാ. ഇവിടെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സംതൃപ്തനാണ്. സംതൃപ്തിയാണ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. സംതൃപ്തിയാണ്. ഒരു വലിയ എനിക്ക് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പലരും എൻ്റെ ഫ്രണ്ട്സാണ്. അതിനകത്ത് പ്രായമുള്ള ഒരു അങ്കിളുണ്ട്. അങ്കിള് എൻ്റെ അടുത്ത് പറഞ്ഞു, സാജു ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്, നിങ്ങളൊക്കെ പോവർട്ടി പ്രീച്ചേഴ്സ് എന്നോട് പറഞ്ഞതാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നങ്കിളെ, ഞാൻ പോവർട്ടി പ്രീച്ചറൊന്നുമല്ല, ആരും പട്ടിണി കിടക്കുന്നൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല. പക്ഷേ ഞാൻ പ്രോസ്പെരിറ്റി പ്രീച്ചറും അല്ല. പിന്നെന്തോ പ്രസംഗിക്കുന്നത് സാജു? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നത് സംതൃപ്തിയാണ്, കണ്ടൻമെൻറ്റ്. അത് നമ്മൾ ശരിക്കും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ സംതൃപ്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സംതൃപ്തി. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം അതാണ്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 6-ന്റെ 5-ാമത്തെ വാക്യത്തിൽ, ആ വാക്യം മുഴുവൻ വായിക്കണം, പക്ഷേ അതിന് സമയമില്ല. അതിൻ്റെ അവസാനം അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, സപ്പോസിങ് ദാറ്റ് ഗോഡ്ലിനെസ് ഈസ് എ വേ ടു ഗെയിൻ. ഇന്നത്തെ ആളുകളുടെ പ്രശ്നം അതാണ്. എന്താണെന്നറിയാമോ? അവർ ചിന്തിക്കുന്നത് ഭക്തി എന്തിനു വേണ്ടിയുള്ള മാർഗമാണ്? ആദായത്തിനുള്ള മാർഗമാണെന്ന്. അതാ പ്രസംഗിക്കുന്നതും. നീ ഭക്തനാണെങ്കിൽ, നീ ദൈവത്തെ വിളിച്ചാൽ, നീ കരഞ്ഞാൽ നിന്നെ മാനിക്കും, നിനക്ക് കാശ് കിട്ടും, വീട് കിട്ടും, കാറ് കിട്ടും. ഇതൊക്കെ അവർ എന്ന് പറയുന്നവരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾക്ക് വേണ്ടത് അലംഭാവത്തോടു കൂടെ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും അലംഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അവനൊരു അലംഭാവിയാണെന്നൊക്കെ പറയും. പക്ഷെ ആ അർത്ഥമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്പിരിച്വാലിറ്റി വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ് താനും. സംതൃപ്തിയാണ് ആവശ്യം, അല്ലാതെ ക്രേവിങ് അല്ല. എങ്ങനെയെങ്കിലും കൂടുതൽ നേടണം എന്നുള്ളതല്ല. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, താല്പര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ പട്ടിണിയൊന്നുമല്ല. ഇനി ഒരു ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാലും, പൗലോസ് പറയുന്ന കാര്യമുണ്ടല്ലോ. പൗലോസ് പറയുന്നു, എനിക്ക് സമ്പത്തിൽ അല്ലെങ്കിൽ സമൃദ്ധിയിലിരിക്കാൻ എനിക്ക് അറിയാം. ഞാൻ സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം. ദാരിദ്ര്യത്തിലിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. നമ്മളാ വാക്യമൊക്കെ ഉപയോഗിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് കാറ് കിട്ടും, എനിക്ക് വീട് കിട്ടും. അങ്ങനെയൊന്നുമല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത്, സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. സമൃദ്ധിയിലിരിക്കാൻ എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യവും ഞാൻ ശീലിച്ചിട്ടുണ്ട്. പട്ടിണിയും കടന്നിട്ടുണ്ട്. എനിക്ക് രണ്ടും ഒരുപോലെ എന്ന് തന്നെയല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇതിന് രണ്ടിനും എനിക്ക് ശക്തി ലഭിക്കുന്നു. രണ്ടിനും. ദാരിദ്ര്യമെങ്കിൽ ദാരിദ്ര്യം, സമ്പന്നതയെങ്കിൽ സമ്പന്നത. പക്ഷെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ദാരിദ്ര്യത്തിലിരിക്കാൻ മിക്കവാറും എല്ലാവർക്കും അറിയാം.
അന്നേരം ഭയങ്കര ഭക്തിയൊക്കെയാണ്. പക്ഷെ സമ്പന്നത വരുമ്പോഴാണ് ഉള്ളതെല്ലാം പോകുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊന്നും ഇല്ലാതിരുന്നപ്പം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിക്കുകയെങ്കിലും ചെയ്യുന്നത്. ഇപ്പം എന്താ ദൈവത്തെ വിളിക്കേണ്ട വലിയ അത്യാവശ്യമില്ല. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന എൻ്റെ ചിന്ത. ഒരു നേരത്തെ ഭക്ഷണമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ എണീറ്റ് നിന്ന് ദൈവത്തോട് പറയും, എൻ്റെ കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒന്നും കൊടുക്കാനില്ല, അവർ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തുവാ കൊടുക്കുന്നത് കർത്താവേ. നീ പ്രാർത്ഥനയാ. എന്തുകൊണ്ടാണ് പ്രാർത്ഥന? ഉച്ചയ്ക്ക് കഴിക്കാനില്ല, ഇല്ലാഞ്ഞപ്പോൾ പ്രാർത്ഥിക്കും. ഇന്നിപ്പോൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇന്നിപ്പോൾ പ്രാർത്ഥനയില്ല. നമുക്ക് ഇപ്പോഴത്തേക്ക് മാത്രമുള്ളതല്ല, അനേക തലമുറകളിലേക്കുള്ളത് നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുക. ഒരു ഗുജറാത്തി സേഠ്ജി, അയാളുടെ ചാട്ടറൻകൊണ്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ, ഞാൻ ഇനി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും എൻ്റെ എത്രാമത്തെ തലമുറ വരെ ജീവിക്കാനുള്ളത് എനിക്കുണ്ടെന്ന് താനൊന്ന് കണക്ക് കൂട്ടി പറയണമെന്ന് പറഞ്ഞു. അയാളിൽ നിന്നെല്ലാം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, സേഠ്ജി, ഇനി നിങ്ങൾ 1 രൂപ പോലും സമ്പാദിച്ചില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത 20 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇയാൾ ഒറ്റ കരച്ചിലാണ്. എൻ്റെ 21ാമത്തെ തലമുറ അപ്പോൾ എങ്ങനെ ജീവിക്കുള്ളൂ? 20 തലമുറയ്ക്കുള്ളതുണ്ട്, എൻ്റെ 21ാമത്തെ തലമുറ. എടാ, പണ്ട് ഓരോ ദിവസത്തെ കാര്യം ഓർത്ത് കരഞ്ഞവരാ നമ്മളെ പിതാക്കന്മാരും നമ്മളും. പക്ഷേ ഇന്നിപ്പം 20ാമത്തെ തലമുറയ്ക്ക് വേണ്ടി വരെയുള്ളത് ഒരുക്കിയിട്ടും മതി വരുന്നില്ലല്ലോ, സംതൃപ്തിയില്ലല്ലോ. പക്ഷെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് സംതൃപ്തിയോടുകൂടിയ ഭക്തിയാണ്. ഞാനതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു, ഐ എം നോട്ട് പ്രീച്ചിങ് പോവർട്ടി, ഐ എം നോട്ട് പ്രീച്ചിങ് പ്രോസ്പെരിറ്റി, ഐ പ്രീച്ച് കണ്ടൻമെൻറ്റ്. ഞാൻ സംതൃപ്തിയാണ് പ്രസംഗിക്കുന്നത്. അതാണ് വേദപുസ്തകത്തിൻ്റെ. അതുകൊണ്ട് നമ്മൾ സംതൃപ്തരായിരിക്കണം നമുക്കുള്ളത് കൊണ്ട്. അതുകൊണ്ട് താഴോട്ട് പറയുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, ഇഹലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വയ്പ്പീൻ. ഉണ്മാനും ഉടുപ്പാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാനും ഇടാനുള്ള ഷർട്ടും മാത്രമൊന്നുമല്ല, നമുക്ക് അത്യാവശ്യമുള്ള എന്തും ആയിക്കോട്ടെ. നമ്മുടെ നെസസിറ്റീസ് എല്ലാം അതൊക്കെ ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെപ്പീൻ. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ധനമോഹം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു റിയലി നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ധനമോഹം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും ഒന്നാണ് തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് എന്നുള്ള അർത്ഥത്തിലാണ്, ഓൾ യുവർ നീഡ്സ്. പക്ഷേ ഗ്രീഡ്സ് അല്ല, നീഡ്സാണ്. നമ്മുടെ അത്യാഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് കർത്താവ് നിർവഹിച്ചു തരും. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വല്ല വിധേനയും കർത്താവിനെ കണ്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാനുള്ള ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ വാഞ്ചിപ്പീൻ. ഉയരത്തിലുള്ളത് തന്നെ. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ മടങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാ എൻ്റെ പ്രത്യാശ. അവൻ്റെ വരവാണ് എൻ്റെ പ്രത്യാശ. അവൻ വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ആ വെളിപ്പാട്, അവൻ വെളിപ്പെടുവാൻ പോകുന്നു, അവൻ വരുന്നു. അതാണ് എൻ്റെ മനസ്സിലെ പ്രത്യാശ മുഴുവൻ. ഞാൻ ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് വരുന്നു, അവൻ തേജസ്സിൽ വെളിപ്പെടുന്നു. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ആ തേജസ്സിന് യോജിക്കുന്ന തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവരാണ് നമ്മൾ. അതിനാൽ എൻ്റെ ജീവിതം തേജസ്സിന് യോജിക്കുന്നതായിരിക്കണം. അതാണ് ഒരുക്കം എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടത് തേജസ്സിന്, കർത്താവിൻ്റെ വരവിന്.
ഞാൻ ഒരുങ്ങേണ്ടതാണ്. ആ കർത്താവിൻ്റെ വരവ് തേജസ്സുള്ളതാണ്. ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ചിലപ്പോൾ തേജസ്സിൽ തള്ളപ്പെട്ടു പോയെന്നിരിക്കും. അതുകൊണ്ട് അവിടെ താഴോട്ട് പറയുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ, അതായത് തേജസ്സിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ. ആകയാൽ പ്രായോഗികമായ കാര്യങ്ങൾ പറയുകയാണ്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പോൾ ഒരുക്കം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അവൻ തേജസ്സിൽ വെളിപ്പെടും. തേജസ് ആയിരിക്കണം എൻ്റെ മനസ്സിൽ, അല്ലാതെ ഭൂമിയിലുള്ള അവയവങ്ങളാകരുത്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. 8-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യ ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. എപ്പോഴും അത് നമ്മൾ ചിന്തിക്കണം. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. പഴയ മനുഷ്യൻ മരിച്ചു. ഇനി അവനെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കരുത്. ഇപ്പോഴും നമ്മുടെ പ്രശ്നം, വിശ്വാസികൾ പോലും ഈ പഴയ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ് നോക്കുന്നത്. അതാ പ്രശ്നം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം. അപ്പോൾ നിങ്ങൾ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ, ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ യാതൊരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഭൂമിയിലൊന്നും സമ്പത്ത് വേണ്ട എന്നൊക്കെ ഉള്ള, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസംഗിക്കുന്നത് പോവർട്ടി അല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ലോകത്തിലെല്ലാവരും ദരിദ്രരായിരിക്കണം, ഒരുത്തിനും ഒന്നും കഴിക്കരുത്, പട്ടിണി കിടക്കണമെന്നൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. പട്ടിണിയാണെങ്കിലും അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം. പക്ഷേ എന്നും പട്ടിണി ആയിരിക്കണം നിർബന്ധമില്ല. അത് മനസ്സിലാക്കണം. കാറ്റും കോളും വന്നപ്പോൾ പത്രോസ് യേശു നടന്നു വരുന്നത് കണ്ടു. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ എന്ന് ചോദിച്ചു. നടക്കുമ്പോഴും കാറ്റും കോളും ഉണ്ട്. കാറ്റ് കണ്ട് അവൻ ഭയപ്പെട്ട് അവൻ മുങ്ങി. കർത്താവ് അവന് കൈ കൊടുത്തു, എഴുന്നേൽപ്പിച്ച് കർത്താവും അവനും കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് പടകിൽ കയറി കഴിഞ്ഞപ്പോൾ കാറ്റ് അമർന്നു. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കാറ്റില്ലായിരുന്നെങ്കിൽ പത്രോസ് കർത്താവിൻ്റെ കയ്യിൽ കൈ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ കാറ്റും കോളും ഒക്കെ വരുന്നത് എന്നാണെന്നറിയാമോ? ദൈവാശ്രയം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് വരട്ടെ. പക്ഷേ എന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കർത്താവിൻ്റെ കയ്യിൽ കരം കൊടുത്ത് പടകിൽ കയറിയാൽ കാറ്റമരും. അപ്പം നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കാൻ പഠിച്ചാൽ പിന്നെയും പട്ടിണി കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നെന്നിരിക്കും. പക്ഷേ മാറ്റം വരുമ്പോഴും ദൈവാശ്രയം ഇല്ലാതെ പോകരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ പല ഭാഗങ്ങളും, വേദപുസ്തകത്തിലെ പല വാക്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം നമ്മൾ ഗ്രഹിക്കാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ, ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഉപയോഗിക്കുന്നതായ ഒരു വാക്യമാണ് 32-ാമത്തെ വാക്യം, 8:32. അവിടെ നമ്മൾ പറയുന്ന, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അല്ലേ, കേട്ടിട്ടില്ലേ? ഞാനൊരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ വീട്ടിൽ TV ഇല്ല. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ TVക്കകത്ത് ഒരാൾ പ്രസംഗിക്കുകയാണ്. ഈ വാക്യം വെച്ചാണ് പ്രസംഗിക്കുന്നത്. അയാൾ പറയാ, സകലവും, നിന്റെ കൈയൊന്ന് വീശിക്കേ, സകലവും, നീ കാണുന്നതൊക്കെയും, നിന്റെ ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ നോക്ക്, അവരുടെ കാറുകൾ, അവരുടെ വീടുകളൊക്കെ നീ ഒന്ന് നോക്ക്, സകലവും, കർത്താവ് നിനക്ക് സകലവും തരും, സകലവും. എടാ, ഈ റോമാലേഖന 8-ാം അധ്യായത്തിൽ ഒരിടത്ത് പോലും ഭൗമികമായ ഒരു കാര്യത്തെക്കുറിച്ചും പറയുന്നില്ല. എന്താ ഇവിടെ സകലവും എന്ന് പറയുന്നത്? അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും. അവൻ
മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ കൂടുതൽ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 6 വണ്ടി കിട്ടും എന്നല്ല അവിടെ പറയുന്നത്. നമ്മളെ എന്തിനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്? അവൻ്റെ സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. നമ്മളെ കർത്താവ് വിളിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണെന്നറിയാമോ? യേശുവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം, നമ്മൾ അവനെപ്പോലെ ആകണം. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. വിളിച്ചു, നീതീകരിച്ചു, തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ഏത്? കർത്താവിൻ്റെ വിളി, കർത്താവിൻ്റെ നീതീകരണം, കർത്താവിൻ്റെ തേജസ്കരണം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അങ്ങനെ ഏൽപ്പിച്ചു തന്നപ്പോഴാണ് നീതീകരണം നടന്നത്, ഇല്ലേ? യേശു കർത്താവിനെ ദൈവം ഏൽപ്പിച്ചു തന്നപ്പോഴാണ് നീതീകരണം നടന്നത്. അങ്ങനെ നീതീകരിക്കപ്പെട്ടു എങ്കിൽ തേജസ്കരണം വരെയും അവൻ കൊണ്ടുപോകാതിരിക്കുമോ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നിനക്ക് വീട് തരും, കാറ് തരുമെന്നൊന്നും അല്ല പറയുന്നത്. അതായത് വീണ്ടും ജനിച്ചവനെ ദൈവം എന്തു ചെയ്യും? തേജസ് വരെ കൊണ്ടുപോകും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നീതീകരിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ തന്നവൻ, അവനോടുകൂടെ സകലവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതീകരണത്തോടൊപ്പം വിശുദ്ധീകരണത്തോടൊപ്പം തേജസ്കരണം, തേജസ് വരെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുമോ എന്നുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായം മൊത്തം ഒന്ന് വായിച്ചേ. അവിടെ ഒറ്റ ഒരിടത്ത് പോലും ഭൗമികമായ ഒരു കാര്യങ്ങളും പറയുന്നില്ല. പക്ഷേ ഇത് വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൗമികമായ കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഒരു വേദപുസ്തകത്തിൻ്റെ ഓരോ വാക്യം മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാതാക്കൾ ഒത്തിരി ഉണ്ട്. അതിലൊരു ദുർവ്യാഖ്യാനമായത്. ഹല്ലേലൂയ. വലിയ ഹല്ലേലൂയ ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരുമല്ലോ, ഞാനത് പറഞ്ഞല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതൊന്നുമല്ല എന്നെക്കുറിച്ചുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ ധനികനാക്കും, എന്നെ വലിയവനാക്കും, അതൊന്നുമല്ല ദൈവലക്ഷ്യം. എൻ്റെ കർത്താവിനൊരു ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ അവനെപ്പോലെ ആയിത്തീരണം, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാകണം. ഇതാണ് നമുക്കുള്ള കാര്യം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. എന്നാൽ നമ്മുടെ പ്രത്യാശ വസ്തുക്കളിലാകാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും, പക്ഷേ വസ്തുക്കളിലല്ല എൻ്റെ പ്രത്യാശ. കർത്താവേ എനിക്ക് വലിയ വീട് തരണേ, ഇപ്പോഴുള്ള വീടിന് 4 മുറിയേ ഉള്ളൂ, എനിക്ക് 8 മുറിയുള്ള വീട് തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ചിലർ പ്രാർത്ഥിക്കും 4 മുറിയുള്ള ഒരു വീടേ ഉള്ളൂ, എനിക്ക് 2 പിള്ളേരുണ്ട്, 4 വീട് തരണേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾ ഈ പറയുന്ന എത്ര പേര് കർത്താവേ എന്നെ നിന്നെപ്പോലെ ആക്കണേ, കർത്താവേ നിൻ്റെ സ്വഭാവത്തോട് അനുരൂപനാകാനായിട്ട് എന്നെ സഹായിക്കണമേ കർത്താവേ, ഇത് നിങ്ങൾ പറയുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ വരവിങ്കൽ നമ്മൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം അവനെ എതിരേൽക്കാൻ. അതിനുവേണ്ടി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം ഞാൻ അവനെ എതിരേൽക്കാനായിട്ട്. അവനെപ്പോലെ ആയിക്കൊണ്ട്. ഞാനതിനെക്കുറിച്ച് പിന്നീട് വീണ്ടും നാളെയൊക്കെ പറയാം. എന്നാൽ ഇവിടെ ഈ നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം, അല്ലാതെ ഭൗമിക മോഹങ്ങളിലല്ല ജീവിക്കേണ്ടത്. ധനികനാകാൻ ആഗ്രഹിക്കുന്നതൊക്കെ വല്ലാത്ത കണിയിൽപ്പെട്ടു പോകും, അതിന് സംശയമില്ല. ഭൂമിയിലുള്ളത് മാത്രം നോക്കി നിൽക്കുന്നവന് കർത്താവിൻ്റെ വരവിങ്കൽ അവനെപ്പോലെ ആകാൻ കഴിയുന്നില്ല, അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം. പ്രസംഗകർ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ജനങ്ങളെ ഒരുക്കുന്നില്ല, സഭകളിൽ ഇത് നടക്കുന്നില്ല, വിശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം നമ്മൾ അവനെ എതിരേൽക്കാൻ. നിത്യതയുടെ ദർശനം. കാര്യം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, നിത്യതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനിവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ
നിങ്ങളിവിടെ താമസിക്കുമ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് വീട്, അല്ലെങ്കിൽ ഒരു വാടക വീടായിരിക്കും, നിങ്ങൾക്ക് കാറുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചിലവഴിക്കുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഈ രാജ്യമല്ലല്ലോ. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളുടെ നാട് എന്ന് പറയുന്ന നാടല്ലേ. യു ആർ തിങ്കിങ് അബൌട്ട് യുവർ കൺട്രി. എന്തിനാ? കൺട്രിയെക്കുറിച്ചല്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഇവിടെ എല്ലാം ചിലവാക്കണമെന്നല്ല, ഇവിടെ ചിലവാക്കുന്നത് ഇച്ചിരി കുറച്ചിട്ടാണേലും വേണ്ടുകയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഇനി എൻ്റെ ഭാവി ഞാൻ ചിലവഴിക്കേണ്ടത് മറ്റൊരു രാജ്യത്ത്, അല്ലെങ്കിൽ ഞാൻ വന്ന രാജ്യത്തിലേക്കാണ്, എൻ്റെ സ്വന്തം നാട്ടിലാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അല്ലേ നമ്മളെല്ലാം സ്വരുക്കൂട്ടി അയക്കുന്നത്. ആണല്ലോ, ശരിയല്ലേ? ആണല്ലോ. അതുപോലെ എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഈ നാടല്ല. എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയാണ്, സ്വർഗമാണ്. ആ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ച. നിങ്ങളുടെ സ്വപ്നങ്ങളിലൊക്കെ ഇവിടുത്തുകാരുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ കാണുന്നത്, ഇവിടുത്തെ കാര്യങ്ങളുമല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നിങ്ങളുടെ നാടുമായിട്ട് റിലേറ്റഡാണ്. ഒരുമാതിരി ബോധമുള്ളവൻ്റെ, ബോധമില്ലാത്ത പിള്ളേർക്ക് ചിലപ്പോൾ അങ്ങനെ കാണത്തില്ല. ഒരുമാതിരി ബോധമുള്ളവനറിയാം, ഇവിടെ എത്ര കിടന്ന് കളിച്ചാലും നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടി നിങ്ങൾ ഇവിടുത്തുകാരനാകത്തൊന്നുമില്ല. എത്ര കിടന്ന് കളിച്ചാലും ഇവിടുന്ന് ഒരു ദിവസം പോകേണ്ടി വരും. ശരിയല്ലയോ ഞാൻ പറയുന്നേ? ആണല്ലോ. ഒരു ദിവസം നിങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ നാടല്ല, നിങ്ങൾ ഇവിടെ അന്യരും പരദേശികളുമാണെന്നുള്ള ചിന്തയോടെയാണ് നിങ്ങളെല്ലാവരും ജീവിക്കുന്നത്. നിങ്ങൾ അന്യരും പരദേശികളും എന്നുള്ള ചിന്തയോടുകൂടെ. ഇതുപോലെ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. കാര്യം, കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തേക്ക് ഞാൻ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ പോലും നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരാ. പിന്നല്ലേ നമ്മളെ കാര്യം പറയേണ്ടത്. പഴയ നിയമ വിശുദ്ധന്മാർ പോലും, എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസ വീരന്മാരുടെ ചരിത്രം നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? പഴയ വിശുദ്ധന്മാർ നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരാണ്. 11-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാം വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 8-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ഈ അബ്രഹാമിൻ്റെ ചരിത്രം തന്നെ നമ്മൾ വളരെ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ അല്ലേ? എപ്പോഴും കേൾക്കുന്ന ടി വി. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം. എന്തായിരുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം? അബ്രഹാം ഒന്നുമില്ലാത്തവനായി, എന്നാൽ അവന് കനാൻ നാട് കർത്താവ് കൊടുത്തു. അതുപോലെ നിനക്ക് ഒരു പുതിയ രാജ്യം തരും, ഒരു പുതിയ നാട് തരും, നിന്നെ കനാൻ നാടിൻ്റെ അവകാശിയാക്കും. ഹാരാനിൽ പാർത്ത അബ്രഹാമിനെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നവനായ ദൈവം എന്നൊക്കെ പറയും. എന്നാൽ പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ശരിയായിട്ട് പഠിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം അങ്ങനെ ഒരു അത്തപ്പാടിയൊന്നും ആയിരുന്നില്ല. ഹാരാനിൽ താമസിച്ചപ്പോഴും അവനൊന്നുമില്ലാതെ പട്ടിണി കിടന്ന് ജീവിച്ചവനൊന്നും അല്ല. നിങ്ങൾക്കറിയാമല്ലോ, ലോത്തിനെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി, സംഭവം അറിയാമല്ലോ. പിടിച്ചുകൊണ്ട് പോയി, രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാം ചെന്നാണ് രക്ഷപ്പെടുത്തുന്നത്. അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെയും കൊണ്ടാണ് അവൻ പോയത്. ഒന്ന് ആലോചിച്ചേ. അതായത് അവൻ്റെ വീട്ടിൽ 318 സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. എവിടാ വീട്ടിൽ ജനിച്ചാന്ന് പറയുമ്പോൾ? ഹാരാനിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ 318 അഭ്യാസികളുണ്ടായിരുന്നു. നമുക്ക് ഒരു ബോഡി ഗാർഡ് പോലും ഇല്ല. ഈ പറയുന്ന വലിയ പാർട്ടികൾക്ക് മാക്സിമം ഒരു ബോഡി ഗാർഡിനെ വെക്കാമായിരിക്കും. ഇത് 318 സോൾജിയേഴ്സ് വേർ ഇൻ ദെയർ ഹൗസ്. അവരവരുടെ വീട്ടിൽ ജനിച്ചതാണ്.
വേറെ രീതിയിൽ പറഞ്ഞാൽ ഹി വാസ് എ കിങ്. അവനൊരു രാജാവായിരുന്നു. ഹാരാനിൽ ജീവിച്ചപ്പോൾ തന്നെ അവനൊരു രാജാവായിരുന്നു. അത്രയ്ക്കും ധനികനായ വ്യക്തിയായിരുന്നു. ഞാൻ ഹാരാനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പോഴാണ് മനസ്സിലായത്, കനാൻ നാടിനേക്കാൾ സമൃദ്ധമായ രാജ്യമായിരുന്നു ഹാരാൻ. കനാൻ നാടിനേക്കാൾ സമൃദ്ധമായ രാജ്യം എന്ന് തന്നെയല്ല, അന്ന് ഇഷ്ടിക വീടുകൾ, ടെക്നോളജിയിൽ ഭയങ്കര ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഹാരാൻ. അന്ന് ഇഷ്ടിക വീടുകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഹാരാൻ. അങ്ങനെ ഒരു രാജ്യത്ത് വളരെ ധനികനായി ജീവിച്ചിരുന്നവനായ അബ്രഹാം, അവനോട് അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വേറെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ കനാൻ നാട്ടിലേക്ക് പോകാൻ പോലും പറഞ്ഞില്ല. ഏത് നാടാന്ന് പോലും അറിയാൻ വയ്യാതെ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഈ സകല സമ്പത്തും കളഞ്ഞിട്ട് അനിശ്ചിതത്വത്തിലേക്ക് എടുത്തു ചാടാൻ അബ്രഹാം തയ്യാറായിരുന്നു. അൺസർട്ടനിറ്റി, it is uncertainty. God is always calling you to uncertainty, but it is not insecurity. കർത്താവ് അൺസർട്ടനിറ്റിയിലേക്ക് വിളിച്ചാലും അനിശ്ചിതത്വത്തിലേക്ക് വിളിച്ചാലും അതൊരിക്കലും ഇൻസെക്യൂർ അല്ല, ഇൻസെക്യൂരിറ്റി അല്ല. കാര്യം വിളിച്ചത് ആരാണെന്നുള്ളതാണ് വിഷയം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അപ്പോൾ ദേശം കണ്ടില്ല. ചിലപ്പോൾ ആളുകൾ പറയും, കനാൻ നാട് കാണിച്ചു കൊടുത്താൽ ഹാരാൻ വിടാൻ എന്നാ പ്രയാസം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്. കനാൻ നാടൊക്കെ കാണിച്ചു കൊടുത്താൽ പിന്നെ ഹാരാൻ വിടാൻ എന്നാ പ്രയാസം. കനാൻ നാട് കാണിച്ചു കൊടുത്തില്ല, ഏത് ദേശത്തേക്ക് പോകുന്നുവെന്ന് അറിയാതെ. അവനറിയത്തില്ല. കർത്താവ് പറഞ്ഞു വാ. അപ്പോൾ അവൻ നാട് കണ്ടില്ല. പിന്നെ അവൻ ആരെ മാത്രമേ കണ്ടുള്ളൂ? ദൈവത്തെ മാത്രമേ കണ്ടുള്ളൂ. ദൈവത്തെ മാത്രം കണ്ടിറങ്ങിയവനാണ് അബ്രഹാം, അല്ലാതെ നാട് കണ്ടിറങ്ങിയവനല്ല, ദേശം കണ്ടിറങ്ങിയവനല്ല, ദൈവത്തെ മാത്രം കണ്ടിറങ്ങിയവൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്, അവൻ ദൈവത്തെ മാത്രം കണ്ടിറങ്ങുന്നവനാ, അല്ലാതെ സമ്പത്ത് കണ്ടിറങ്ങുന്നവനല്ല, ദുർമോഹിയായിട്ട് ഇറങ്ങുന്നവനല്ല, ദൈവത്തെ കണ്ടിറങ്ങുന്നവൻ. അവൻ്റെ മുമ്പിലുള്ളത് ദൈവം മാത്രമാണ്. അവൻ്റെ മുമ്പിൽ കനാൻ നാട് പോലുമില്ല. അവനൊരു പക്ഷേ കൂട്ടുകാരോട് പറഞ്ഞു കാണും, ഞാൻ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അറിയത്തില്ല. അല്ല, ജംഗ്ഷനിൽ ചെന്നിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ? അറിയത്തില്ല. അല്ല, നീ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ ഒരു വഴിയുണ്ടല്ലോ, അതിലേ പോകുമോ? അറിയത്തില്ല. അതെന്താണ്? കർത്താവ് എന്നോട് പറഞ്ഞു നീ പോകാൻ, ഞാൻ ദൈവത്തെ കണ്ടങ്ങ് ഇറങ്ങിയതാ. നീ തന്നെയാണോ പോകുന്നത്? അല്ല, സാറായും വരുന്നുണ്ട്. എടാ, പാവം പിടിച്ച പെണ്ണിനെ കൂടെ വലയ്ക്കണോ? നിനക്കങ്ങ് പോയാൽ പോരായോ? നിനക്കോ ഭ്രാന്ത് പിടിച്ചു പോയി? ഇല്ല, എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. ദൈവത്തെ കണ്ടിറങ്ങിയവനാണ് അബ്രഹാം. ഒരു വിശ്വാസി യേശുവിനെ കണ്ടിറങ്ങുന്നവനാ, അല്ലാതെ വേറെ കാറ് തരും, വീട് തരും, അത് തരും, ഇതൊക്കെ കേട്ടിറങ്ങുന്നവൻ വിശ്വാസത്തിലല്ല ഇറങ്ങുന്നത്. അതല്ല വിശ്വാസം. ദൈവത്തെ മാത്രം കണ്ടിറങ്ങുന്നവൻ ധനികനായ വ്യക്തി. അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും, അപ്പോൾ അവൻ ഭയങ്കര സമ്പന്നനാണ് അന്നേരം, തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടെന്നാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. എവിടേക്ക് പോകുന്നെന്ന് പറഞ്ഞില്ല. അവൻ കനാൻ നാട്ടിൽ വന്നു. ഓക്കെ, കനാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ യഹോവ അബ്രഹാമിന് അവിടെ കനാൻ നാട്ടിൽ വന്ന 7-ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. കനാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ ഈ ദേശം കൊടുക്കും, ഞാൻ നിൻ്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അത് ഹാരാനി വെച്ച് പറഞ്ഞതല്ല, കനാനിൽ വന്നതിന് ശേഷം തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. യാഗപീഠം പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥമാണ്. ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്, ഞാനത് ഒത്തിരി പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഞാൻ പറയാം. യാഗപീഠം, ഒരു യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചാൽ, യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് ആ ആട്ടിൻകുട്ടി എൻ്റെ വകയാണ്. യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ദൈവത്തിന് യാഗം അർപ്പിച്ചോ ആ ദൈവത്തിൻ്റെ വകയാണ്. ഇവിടെ ആട്ടിൻകുട്ടി അല്ല വിഷയം.
ആട്ടിൻകുട്ടി ഒരു പ്രതീകമാണ്. യാഗമർപ്പിക്കുമ്പോൾ ഞാൻ തന്നെയാണ് അവിടെ യാഗമാക്കപ്പെടുന്നത്. ഞാൻ ദൈവത്തോട് പറയാണ്, ഇന്നലെ വരെ ഞാൻ എൻ്റെ വകയായിരുന്നു, പക്ഷേ ദൈവമേ ഇന്ന് ഞാൻ നിൻ്റെ വകയാണ്. ഓണർഷിപ്പ് ചേഞ്ചാണ്. അതാണ് യാഗമർപ്പിക്കുക എന്ന് പറയുന്നത്. ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ്. ഐ എം ഗിവിങ് മൈ ഓണർഷിപ്പ് ടു ഗാഡ്. ഇനി എനിക്ക് യാതൊരു രീതിയിലും ഒരു ചിന്തയുമില്ല, കാര്യം എൻ്റെ ഉടമസ്ഥൻ നീയാണ് എന്ന് പറയുന്ന അവസ്ഥ. ഇനി എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, അവിടെ എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച ഭാഗം, അവിടെ വിശ്വാസത്താൽ അബ്രഹാം ചെന്നതിന് ശേഷം 8-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. കനാൻ നാട്ടിലേക്കാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനുമായി കാത്തിരുന്നു. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ അന്തിച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് ഹാരാനിലെ 318 അഭ്യാസികൾ, ഇഷ്ടംപോലെ ജോലിക്കാർ, അവിടെ വെച്ച് സമ്പാദിച്ച ആളുകൾ, അന്ന് ആളുകളെയൊക്കെ വാങ്ങിക്കുകയാണല്ലോ, വിലയ്ക്ക് വാങ്ങിക്കുകയാണല്ലോ, അവിടെ വെച്ച് സമ്പാദിച്ച ആളുകൾ, അങ്ങനെ ഒരു രാജാവായി ജീവിച്ച അബ്രഹാം കനാൻ നാട്ടിൽ വന്നപ്പോൾ കൊട്ടാരത്തിലല്ല താമസിച്ചത്, കുടിലിലാണ്, കൂടാരത്തിൽ. അപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നാ? ഇവിടെ കൊട്ടാരം കളഞ്ഞിട്ട് കുടിലി വന്നതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. ഒരു സ്വത്രവും ഇല്ലല്ലോ. പക്ഷേ കൊട്ടാരത്തിൽ താമസിച്ചപ്പോൾ അവന് ദൈവമില്ലായിരുന്നു, പക്ഷെ കൂടാരത്തിൽ താമസിച്ചപ്പോൾ അവന് ദൈവമുണ്ട്. യു സീ ദ ഡിഫറൻസ്. എന്ന് തന്നെയല്ല, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ 12-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. ബ്ലസ് യു എന്ന് പറയുന്ന വാക്ക് സാധാരണ അപ്പൻ മക്കളോട് പറയുന്ന വാക്കാണ്. അതായത്, എനിക്ക് എൻ്റെ പകരക്കാരനായിട്ട് ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്. അബ്രഹാമിനോട് ദൈവം പറയുന്നത് എന്നാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറയാണ്, അബ്രഹാമേ, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ എൻ്റെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. എനിക്ക് പകരമാണ് നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ അനുഗ്രഹത്തിൻ്റെ ചാനലാണ്. ഇനി ആർക്കെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ അവർ നിൻ്റെ അടുത്ത് വരും, നീ അവരെ എൻ്റെ അടുത്ത് വിടണം. അനുഗ്രഹത്തിൻ്റെ ചാനൽ, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ലോകത്തിലേക്ക് പോയവനാണ് അബ്രഹാം. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ പ്രതിനിധിയാകുവാൻ അവന് കിട്ടിയ ആ വലിയ പദവിയാണ്. എനിക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം വേണം. എനിക്ക് വസ്തുവും കാറും ഒന്നുമല്ല അബ്രഹാമിൻ്റെ അനുഗ്രഹം. എൻ്റെ അനുഗ്രഹം എന്നാണെന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ, ദൈവത്തിൻ്റെ അംബാസഡറായിട്ട്, ഐ ആം ആൻ അംബാസഡർ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട്, ക്രിസ്തുവിൻ്റെ അംബാസഡറായിട്ട് ഇവിടെ ജീവിക്കുക. അതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നതായ അനുഗ്രഹം. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹത്തിനാണ് കൊതിക്കേണ്ടത്. യു ഗെറ്റ് മൈ പോയിന്റ്? ഈ അനുഗ്രഹത്തിനാണ് കൊതിക്കേണ്ടത്. അവിടെ വന്ന് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. കൊട്ടാരത്തിൽ താമസിച്ചവൻ കൂടാരത്തിൽ പാർത്തു. കാര്യം എന്നറിയാമോ? അവൻ വാഗ്ദത്ത ദേശത്ത്, അന്യദേശത്ത് എന്നതുപോലെ ഈ സ്ഥലം ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞു, നിനക്ക് നിൻ്റെ സന്തതിക്കും തരുമെന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം അവനൊരു ദർശനം കണ്ടു. അതെന്താണെന്നറിയാമോ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം. സ്വർഗീയ ദർശനം അബ്രഹാമിന് ലഭിച്ചു. സ്വർഗീയ ദർശനം ലഭിച്ചപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, എടാ, ഇവിടുത്തെ ഒന്നും എനിക്കിനി ഇല്ലേലും വേണ്ടുകയില്ല. ഇസഹാക്ക് മകൻ, യാക്കോബ് കൊച്ചുമകൻ, മകനെയും കൊച്ചുമകനെയും വിളിച്ച് അടുത്തിരുത്തിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഹാരാനിലായിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം അവൻ എനിക്ക് തന്നു. ഞാനൊരു അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ യേശുവിനെ, ഞാൻ യഹോവയെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവൻ്റെ പ്രതിനിധിയാണ്, അവൻ്റെ അംബാസഡറാണ്. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഈ ദേശം തരാമെന്ന്. എന്നാൽ ഞാനൊരു കാഴ്ച കണ്ടു.
ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം, അതാ എൻ്റെ പട്ടണം. എൻ്റെ പട്ടണം കനാനല്ല മക്കളെ. അതുകൊണ്ട് ഇതൊന്നും നിൻ്റെ തലേ കയറരുത്. നീ ഇവിടെ കൂടാരത്തിൽ താമസിച്ചാൽ മതി. കാരണം ഉയരത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണമുണ്ട്. അതിനെ നോക്കി ഈ ദേശം ഒരു അന്യദേശത്തെന്നതുപോലെ ഇവിടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകെ നീ പോകരുത് മക്കളെ. ഇസഹാക്കേ, നീ ഇതിൻ്റെ പുറകെ പോകരുത്. യാക്കോബേ, നീ ഇതിൻ്റെ പുറകെ പോകരുത്. നീ ഇവിടെ താമസിച്ചു. കാര്യം ഇപ്പം നീ ഇവിടെ താമസിച്ചു. അല്ല, ഞാൻ ഈ ഭൂമിയിൽ താമസിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ കിടക്കുന്നു, ഞാൻ യാത്ര ചെയ്യുന്നു, എനിക്ക് വണ്ടിയുണ്ട്, എനിക്ക് വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെൻ്റെ നാടല്ല. ഇതൊന്നും എൻ്റെ തലേ കയറത്തില്ല. ഞാൻ എപ്പോഴും കാണുന്നത് അടിസ്ഥാനങ്ങളുള്ള ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണം. ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ കനാൻ നാട് എനിക്കൊരു വിഷയമല്ല. കനാൻ നാട്ടിൽ ഞാനൊരു അന്യനും പരദേശിയുമായിട്ടായിരിക്കും പാർക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അബ്രഹാം അങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന, കാൽവറി ക്രൂശിൽ എനിക്ക് പകരമായി മരിച്ച യേശു എന്നോട് പറയുന്നു, നിങ്ങൾ ഈ ലോകക്കാർ ആകരുത്, ഈ ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല എന്ന് പറയുന്ന, ഞാനതിനെക്കുറിച്ച് നാളെ പറയാം, എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് പിന്നെയും ഈ ലോകത്തെ കെട്ടിപ്പിടിക്കാൻ പോയാൽ ഞാൻ എന്തൊരു നികൃഷ്ടനാണ്. എനിക്ക് ഈ ലോകമല്ല വിഷയം. ഞാനിവിടെ താമസിക്കുന്നുണ്ട്. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും താമസിച്ചത് കനാൻ നാട്ടിലാണ്. അവിടെ അവർ താമസിച്ചു, കൂടാരങ്ങളിൽ താമസിച്ചു, അവിടുന്ന് കഴിച്ചു, അവിടുന്ന് കുടിച്ചു, അവിടെ കൃഷി ചെയ്തു, 100 മേനി വിളവുണ്ടായി, എല്ലാം ഉണ്ട്. They were living normal life. പക്ഷേ അവരുടെ കണ്ണ് മുഴുവൻ സ്വർഗത്തിലായിരുന്നു. അതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാലും നമ്മളെ തേടി വരുന്ന, നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ ശില്പിയായി നിർമ്മിച്ച, എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തിലേക്ക് പോകുവാനുള്ള മോഹത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, നീ വരുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനാണല്ലോ വരുന്നത്. കർത്താവേ, ഈ ഭൂമി ഞങ്ങൾ ജീവിക്കുമ്പോൾ ചിലപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, ചിലപ്പോൾ ഇല്ല. ചിലപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും, ചിലപ്പം ഞങ്ങൾക്ക് സമ്പത്ത് അനുഭവിപ്പാനും ദാരിദ്ര്യം അനുഭവിപ്പാനും രണ്ടും ഞങ്ങൾ ശീലിച്ചിട്ടുണ്ട്. കർത്താവേ, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പകരം കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പട്ടണം, അത് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. ആ ദർശനത്തിൽ നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, നിൻ്റെ വരവിന് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തിനു വേണ്ടി നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.